ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് റെഡ് ഫിലിപ്പ് എന്നുള്ള വെറൈറ്റിയാണ്. വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല റെഡ് കളറാണ്. ഒത്തിരി വലിയ ഫ്ലവറാണ് ഇതിന്. ഇതാണ് റെഡ് ഫിലിപ്പ്. നല്ല ഭംഗിയാണ്. വെയിൽ കൂടിപ്പോയത് കൊണ്ടാണ് ആ കളറിനൊരു ഇത് ഇല്ലാതിരിക്കുന്നത്. വേറെ ബഡില്ല. വേറെ ഒരു ബഡും കൂടെ വന്ന് നിൽപ്പുണ്ട്. റെഡ് ഫിലിപ്പാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് റെഡ് ഫിലിപ്പ്. ഇത് നമ്മുടെ സൂര്യമുഖി. കണ്ട, നല്ല ഫുള്ളും വിരിഞ്ഞ് നിൽക്കുവാണ് സൂര്യമുഖി. പിന്നെ അതുപോലെ തന്നെ ആ സെറ അങ്ങനെ നിൽപ്പുണ്ട്. അതുപോലെ എംബാപ്പെ എല്ലാവരും അങ്ങനെ നിൽപ്പുണ്ട്. മഴ വലുതായിട്ട് പെയ്തിട്ടില്ല. ഇത് നമ്മുടെ ലില്ലിപ്പുട്ടാണ്. ഇതാ കണ്ട, ലില്ലിപ്പുട്ടാണ്. അതിനെ ഒന്ന് വിരിയിച്ച് കൊടുക്കാം നമുക്ക്. ഇതാണ് ബോൾ വെറൈറ്റിയാണ് കേട്ടോ ലില്ലിപ്പുട്ട്. ഒത്തിരി ഫ്ലവർ തരും. എനിക്ക് ഇനി ഡോർമെൻസി ആകുന്നോന്നറിയില്ല. കുറച്ചുകൂടെ ചെറിയ ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്, അതിൻ്റെ ഇതുണ്ട്. പിന്നെ കുറച്ച് ആമ്പലുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർ ചോദിച്ചോളാം. ഈ ബ്ലൂ ലിസ്റ്റിലൊക്കെ ഞാൻ ചെറിയ ടബിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നിറഞ്ഞ് നിൽപ്പുണ്ട്. വണ്ട് വന്നിരുന്ന് തിന്നുന്നത്. അപ്പോൾ ഇതൊക്കെ 60 രൂപയേ ഉള്ളേ. ബ്ലൂ വിസിൽ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ഗോൾഡൻ സൺസെറ്റിൻ്റെയും ഫ്ലവർ അങ്ങ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടൊക്കെ നിൽപ്പുണ്ട്. കുറച്ച് ടബുകളെല്ലാം എനിക്ക് പായൽ കൊണ്ട് മൂടിയിട്ട് ഒത്തിരി പ്ലാന്റ്സ് എനിക്ക് പോയി. ഇനി അത് ഒന്നേന്ന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് മണ്ണെല്ലാം കളഞ്ഞ് ഒന്നേന്ന് റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഒത്തിരി പ്രാവശ്യം ഞാൻ ഇത് പായൽ മാറ്റിയിട്ടും അതേ അവസ്ഥ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റ് കേടായിപ്പോവും. ഇങ്ങനെ 3-4 ടബുകൾ ഞാൻ ഒന്നേന്ന് എല്ലാം മണ്ണെല്ലാം ഫില്ല് ചെയ്ത് നടാൻ വേണ്ടി ഇരിക്കുവാണ്. ഇതും ബ്ലൂ വീസിലാണ് കേട്ടോ. വേണ്ടവർ ചോദിച്ചോണ്. ഇതിനും 60 രൂപയേ ഉള്ളേ. വേണ്ടവർ ചോദിച്ചാൽ മതി. റെഡ് ഫിലിപ്പ് നല്ല വലുതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടേ. ഒരു പൂ തന്നെ മതി. സൂര്യമുഖി അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നിനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. കുറച്ച് മണ്ണൊക്കെ മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. ഇത് പഞ്ചമിയാണ്. പഞ്ചമി ഇനി ഡോർമൻസി ആയോ എന്നറിയില്ല. എന്ന് വെച്ചാൽ ചെറിയ ചെടിച്ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ വൈറ്റ് പിയോണിയിൽ അടുത്ത ഒരു ബഡും കൂടെ നിൽപ്പുണ്ട് വിരിയാനായിട്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ അടുത്തത് ബഡ് വരുന്നുണ്ട്. ഇനി അടുത്തത് വളം വെച്ച് കൊടുക്കേണ്ട ടൈം ആകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇനി ഒരാളെ കൂടെ കാണിച്ചു തരാം. അതായത് ചിൽഹുഡ് എന്നുള്ള ബൗൾ വെറൈറ്റിയാണ്. ചിൽഹുഡ് തന്നെ. അപ്പോൾ അതിനെ ഒന്ന് വിരിയിച്ച് കൊടുക്കാം നമുക്ക്. ഇതൊക്കെ ചെറിയ ബോൾ വെറൈറ്റികളാണ്. നല്ല ഭംഗിയാണ്. കണ്ടാൽ നമുക്ക് അമരി പിയോണിയാണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ അല്ല, ചിൽഹുഡ് എന്നുള്ള വെറൈറ്റിയാണ്. അതായത് ചിൽഹുഡാണ്. അതിൽ 2-3 ഫ്ലവർ വന്നതാണ്. ഒരു ബഡ് നിൽപ്പുണ്ട്, അത് കരിഞ്ഞു പോയി. അങ്ങനെ എല്ലാത്തിലും ബഡുണ്ട്. ഇത് നമ്മുടെ കുടമുല്ലയാണ്. കുടമുല്ലയിൽ ആ ഒരു ബഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതും പഞ്ചമിയാണ് കേട്ടോ. പഞ്ചമിയിൽ അടുത്തതായ ഒരു ബഡ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ എനിക്കുണ്ട്. ഏതിലൊക്കെയെങ്കിലും ട്യൂബേഴ്സ് ഫോം ചെയ്തോന്ന് നോക്കണം. ഡോർമെൻസി ആകാറായി നിൽക്കുന്ന കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കണം. പിന്നെ ഈ പ്ലാന്റ് എല്ലാം ഒന്നേന്ന് നട്ട് വയ്ക്കാനായിട്ടുണ്ട്. ഈ ഒരു ആമ്പലുണ്ട് സെയിലിന്. ഇത് ട്രോപ്പിക്കൽ സൺസെറ്റാണ്. വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ക്രോഞ്ചനോക്കിൻ്റെയും ഒരു പ്ലാന്റ് ഉണ്ട്. അതും വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.